ഇവിടെ നമ്മുടെ വേദിയിലടക്കം നിരവധി അതിഥികളാണ് നമുക്കായി എത്തിയിരിക്കുന്നത്. കാളിദാസനും സൂര്യഗായത്രിയും എല്ലാമാണ് അവിടെയുള്ളത്. സമഗ്ര കവറേജുമായി കേരള വിഷൻ രാവിലെ മുതൽ ഇന്നലെ 2ാം ദിവസമാണ്. ഇന്ന് കലോത്സവത്തിന്റെ 2 ദിവസവും സമഗ്ര കവറേജുമായി കേരള വിഷൻ ന്യൂസും അവിടെയുണ്ട്. വിദ്യാർത്ഥികൾ അവിടെ എത്തുന്നു, അവരവരുടെ കലാപ്രകടനങ്ങൾ നമുക്ക് മുന്നിൽ പങ്കുവെക്കുന്നു. എല്ലാവരും വളരെ ആസ്വദിച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരമായിട്ടല്ല ഇവിടെ എല്ലാവരും ഇതിനെ നോക്കിക്കാണുന്നത്. എല്ലാവരും കല കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എത്തുന്നത്. കാളിദാസൻ അതിഥികളുമായി എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോ. നിങ്ങളൊക്കെ ഇവിടെ പേര് പറഞ്ഞില്ല, എല്ലാവരെയും പരിചയപ്പെടണ്ടേ? കുറച്ചുകൂടി അതെ മുന്നോട്ട് വന്നേ. പേരെന്താ? നീതു. നീതു. അരുന്ധതി. അരുന്ധതി. ഹരിദർശന. നിവേദ്യ. സ്നേഹ. അർച്ചന. ശലഭ. നിവേദിത. ആര്യനന്ദ. ഹരിപ്രിയ. കളി ശ്രദ്ധിച്ചോന്നറിയില്ല, എല്ലാവരുടെയും ആ ചിരിക്ക് എക്സ്ട്രാ മാർക്ക് കൊടുക്കണം. എല്ലാവരും ഒരുപോലെ ചിരിച്ച് അത് ഗംഭീരാക്കി. അത് അവര് വന്ന് അവരുടെ മറുപടി തന്നെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഒരേ താളത്തിനാണ് ചുവട് വെച്ചതെന്നുള്ളത്. അതാ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഒരുമിച്ച് മറുപടി പറയാ. ഞാൻ ഇന്ന് തിരുവാതിര വേദിയിലുണ്ടായിരുന്നേ. തിരുവാതിര വേദിയിലുണ്ടായിരുന്ന സമയത്ത് അപ്പം അവിടെ കുറെ കാണികളുണ്ടായിരുന്നു. കാണികളോട് ഞാനപ്പോ ഇങ്ങനെ കുറെ സംശയമൊക്കെ ഇങ്ങനെ ചോദിച്ചു. തിരുവാതിരയുടെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാമോ? കേട്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ അമ്മമാരൊക്കെ ഇപ്പോഴും അതൊക്കെ തിരുവാതിര ദിവസങ്ങളിലൊക്കെ ചില വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. ശിവപാർവതിമാരുടെ സംബന്ധിച്ചിട്ടാണ് കളിക്കുന്നത്. രാത്രി ഇപ്പൊ ജനുവരി 12-ാം തീയതി ധനുമാസത്തിൽ തിരുവാതിര ആഘോഷിക്കുന്നു. ഈ തിരുവാതിര ദിവസം നമ്മൾ എന്തോ ഒരു വിഭവം ഉണ്ടാക്കിയിട്ട് കഴിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പൂവ വരകിയത്. അങ്ങനെ വെറുതെ ഒന്നും കളിക്കാൻ വന്നതല്ല, നമ്മൾ ഇതിനെ കുറിച്ച് മുഴുവൻ പഠിച്ചിട്ട് വന്ന് കളിച്ചതല്ലേ. അങ്ങനെ നീ ചോദ്യം ചോദിച്ച് അവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കണ്ട. ഓക്കെ, അപ്പൊ പ്രൈസ് അറിഞ്ഞോ? എ ഗ്രേഡ് ഉണ്ട്. അപ്പൊ അതിന് കൈയടി കൊടുക്കണം. ആദ്യം അതിനൊരു കൈയടി. ഇനി ഏതൊക്കെ മത്സരങ്ങളുണ്ട്? ഹൈസ്കൂൾ നിങ്ങളുടെ സ്കൂളിന്റെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പം ഇനിയിപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് സിംഗിൾ ഐറ്റംസ് ഏതെങ്കിലും ഉണ്ടോ? എല്ലാം കഴിഞ്ഞു. ഈ തിരുവാതിരക്ക് വേണ്ടി മാത്രം അല്ലേ? ആദ്യമായിട്ടാണോ സംസ്ഥാന സ്കൂൾ? ഞങ്ങളുടെ സ്കൂള് 20 കൊല്ലമായിട്ട് സ്റ്റേറ്റില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. DHHSS പൂക്കടത്തറ 20 വർഷമായിട്ട് ഈ പ്രൈസ് അവരുടെ സ്കൂളിൽ തന്നെ ഇരിക്കുക. ഇത് ആർക്കും ഇതുവരെ ഒരു വിട്ടുകൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് അത്ര പുത്തരിയല്ല. എല്ലാരും കേട്ടോ. തിരുവാതിരയുടെ കപ്പ്, ഹൈസ്കൂൾ തിരുവാതിരയുടെ കപ്പ് കുറെ കാലങ്ങളായിട്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുറെ കാലങ്ങളായിട്ട് മലപ്പുറത്തിരിക്കും. ആരെങ്കിലും അത് എടുക്കാനായിട്ട് വരും, പക്ഷെ വിട്ടുകൊടുക്കരുത്. ഇനി നമ്മളെ ഈ കപ്പ്, കലോത്സവത്തിന്റെ കപ്പ് മലപ്പുറത്തേക്ക് കൊണ്ടുപോണ്ടേ? വേണം. ആഞ്ഞൊരു ആവേശം വരട്ടെ. ആ നേരത്തെ ഉള്ള ചിരി പോലെ. അതാണ് മലപ്പുറംകാരുടെ ആവേശം. ഓക്കെ, അപ്പോ പ്രൈസ് കിട്ടിയതിന്റെ ആവേശത്തിലാണ്, അത് തന്നെ നിലനിർത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. ഇനി അടുത്ത വർഷവും ആ കപ്പ് സ്കൂളിൽ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ശരി. അതെ.